ഈ വിഴിഞ്ഞം തുറമുഖത്തിനെ പറ്റി കൂടുതൽ വീഡിയോകൾ അടുത്ത ദിവസങ്ങളിൽ ചെയ്തിട്ടില്ല. അത് ഞങ്ങൾ മറന്നുപോയത് കൊണ്ടല്ല. വിഴിഞ്ഞം എങ്ങനെ മുന്നോട്ട് പോകുന്നു ഞങ്ങൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിരിക്കുന്നുണ്ട്, നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. അവിടുത്തെ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിഴിഞ്ഞം അതിവേഗം അതിൻ്റെ പൂർണ്ണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ബ്രേക്ക് വാട്ടർ, അതായത് പുലിമുട്ടിന്റെ നിർമ്മാണം ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു 80% പണികളും എല്ലാം തീർന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഈ വരുന്ന മെയ് മാസത്തിൽ തന്നെ വിഴിഞ്ഞം തുറമുഖം വിസിൽ പ്രവർത്തനക്ഷമമാക്കാനുള്ള ത്വരിതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇനിയിപ്പോൾ ആർക്ക് വിഴിഞ്ഞത്തെ പറ്റി ഇത് വരില്ല, ഇത് നടക്കൂല എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ എത്തിയിരിക്കുന്നു. പിന്നെ അനുബന്ധ വികസനം, റെയിൽ റോഡ് വികസനം എല്ലാം കൂടെ ഒരു വലിയ സംരംഭമായിട്ട് വിഴിഞ്ഞം തുറമുഖവും അനുബന്ധ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചില പുതിയ വാർത്തകൾ വരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ക്രെയിനുകൾ ഘട്ടം ഘട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത 1-2 മാസങ്ങൾക്കുള്ളിൽ മറ്റ് ക്രെയിനുകളും ചൈനയിൽ നിന്നും ഷാങ്ഹായിൽ നിന്നും വിഴിഞ്ഞത്ത് കൂറ്റൻ ക്രെയിനുകൾ എത്തിക്കഴിയുമ്പോൾ തുറമുഖം ഏതാണ്ട് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. അതിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും പുതിയ ഒരു വാർത്ത, ഞങ്ങൾ 2 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു വാർത്തയാണ്. മുമ്പ് ഞങ്ങളിത് ചെയ്തിട്ടുള്ളതാണ് ഈ വാർത്ത. അതായത് അദാനി ഗ്രൂപ്പ് കേരള സർക്കാരുമായി ചേർന്ന് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം അതിൻ്റെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അദാനിയുടെ ഏറ്റവും പുതിയ കമ്പനി അനിൽ എന്ന് പറയും. അതായത് അദാനി ന്യൂ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ചുരുക്ക രൂപമാണ് അനിൽ. ഈ അനിൽ എന്ന് പറയുന്ന കമ്പനിയാണ് ഏറ്റവും കൂടുതൽ റിന്യൂവബിൾ എനർജി, പുനരുപയോഗ എനർജി രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ ലോകത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് അദാനിയുടെ അനിൽ മാറിക്കഴിഞ്ഞു. അല്ലെങ്കിൽ അദാനി ന്യൂ കമ്പനി മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു വലിയ പ്രോജക്റ്റ് വേറെ ചില ഈ അന്താരാഷ്ട്ര ഈ രംഗത്തെ ആൾക്കാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് വിഴിഞ്ഞത്ത് വരാൻ പോകുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതായത് മലയാള മാധ്യമങ്ങളിൽ അതേപറ്റി വലിയ വാർത്തകളോ അന്തിച്ചർച്ചകളോ ഒന്നും വന്നിട്ടില്ല. പക്ഷെ ദേശീയ മാധ്യമങ്ങൾ, എക്കണോമിക് ടൈംസ് പോലുള്ള ദേശീയ പത്രങ്ങൾ ഒക്കെ അത് വളരെ പ്രാധാന്യത്തോട് കൊടുത്തു എന്നുള്ളത് നമുക്ക് വളരെ വിഴിഞ്ഞത്തെ രാജ്യം ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്നതിൻ്റെ തെളിവാണ്. കാര്യത്തിലേക്ക് വരാം. ഞങ്ങൾ മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞു, ഈ ഹിൻഡൻബർഗ് സ്റ്റോക്ക് സെല്ലേഴ്സ് വിവാദം വന്നിട്ട് അദാനിയുടെ ഓഹരി വില കുത്തനെ ഇടിഞ്ഞു വീണ് അദാനി ഈ സമ്പന്ന പട്ടികയിൽ നിന്ന് താഴേക്ക് പോയ ഒരു സംഭവം മാസങ്ങൾക്ക് മുമ്പ്, 5-6 മാസം മുമ്പുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. ഹിൻഡൻബർഗ് റിപ്പോർട്ട്. അതേ തുടർന്ന് അദാനിക്ക് കുറെ തിരിച്ചടികൾ ഉണ്ടായി അക്കാര്യത്തിൽ. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞങ്ങളിപ്പോൾ പോകുന്നില്ല, പോയാലത് ഒത്തിരി നീണ്ടുപോകുന്ന വിഷയമാണ്. പക്ഷെ അന്ന് ഒരു വലിയ സംരംഭം പാതിവഴിക്ക് നിർത്തേണ്ടി വന്നു അദാനിക്ക്. അതായത് ലോകത്തെ തന്നെ ഹരിത ഹൈഡ്രജൻ ഇന്ധന നിർമ്മാതാക്കളായ, അതായത് ഗ്രീൻ ഹൈഡ്രജൻ നിർമ്മാതാക്കൾ, അതായത് ഭാവിയുടെ ഊർജം അല്ലെ ഭാവിയുടെ ഇന്ധനം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്, അല്ലെങ്കിൽ മെത്തനോളാണ്. ഇതുപോലുള്ള കാർബൺ ബഹിർഗമനം ഇല്ലാത്ത ആ ഒരു കാർബൺ സീറോയിലേക്ക് പോകുന്ന എനർജി റിസോഴ്സസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ലോക ചിന്തയുടെ ഭാഗമായിട്ട്, തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഹരിത ഹൈഡ്രജനും അല്ലെ ഗ്രീൻ ഹൈഡ്രജനും മെത്തനോളും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഊർജ ഉൽപാദനം നടത്തുന്നത്. അപ്പൊ അങ്ങനെ ഈ രംഗത്തെ ഒരു വലിയ പ്ലെയറായ ഫ്രഞ്ച് കമ്പനി ടോട്ടൽ എനർജീസുമായിട്ട് അദാനി കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഈ ഹിൻഡൻബർഗ് വിവാദം പുറത്തു വരുന്ന സമയത്ത് മുമ്പ് തന്നെ ഇവർ കരാറിൽ ഏർപ്പെട്ടിരുന്നു. ആ കരാർ പ്രകാരം അദാനിയുടെ അനിൽ ലിമിറ്റഡിൽ, ഈ ന്യൂ കമ്പനിയിൽ 25% ഓഹരികൾ ടോട്ടൽ എനർജീസ് വാങ്ങാമെന്നും $50 ബില്യൺ $50 ബില്യൺ ഈ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും അതിനനുബന്ധിച്ചിട്ടുള്ള ഒരു വലിയ ഹൈഡ്രജൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി വിഴിഞ്ഞം തുറമുഖത്തോട് ചേർന്ന് കടൽ തീരത്ത് ഉയർത്താമെന്നും ഒക്കെ ഒരു ധാരണ ഈ 2 കമ്പനികൾ തമ്മിൽ എത്തിയിരുന്നു. പക്ഷേ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഈ ടോട്ടൽ എനർജീസ് അത് മരവിപ്പിച്ചു. ഈ 50 ബില്യൺ, മില്യൺ അല്ല ബില്യൺ, അതൊരു വലിയ തുകയാണെന്ന് അറിയാമല്ലോ. $50 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ
ടോട്ടൽ എനർജീസ് അതിൽ നിന്ന് പിന്മാറുന്ന പറഞ്ഞാൽ പൂർണ്ണമായിട്ട് പിന്മാറിയില്ല, അവര് അതിന്റെ പ്രൊസീജിയർ ഫർദർ നടപടികൾ അവർ മരവിപ്പിച്ചു. അപ്പൊ അത് അദാനിക്ക് അതിൽ നിന്ന് പണം കിട്ടാതെ വന്നതിന് ശേഷം അദാനി ഗ്രൂപ്പ് മറ്റ് ആൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇതിലേക്ക് ഈ ഹരിത ഹൈഡ്രജനിലേക്കും അതുപോലെ അതിന് അനുബന്ധമായ അല്ലെ മെത്തനോൾ ബിസിനസ്സിലേക്കുമൊക്കെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ നോക്കിയതിന്റെ ഭാഗമായിട്ട് അടുത്ത ദിവസം വന്ന റിപ്പോർട്ട് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട റിപ്പോർട്ടാണ്. അതായത് ഈ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ 26,400 കോടിയുടെ നിക്ഷേപമാണ് വിഴിഞ്ഞത്ത് വരാൻ പോകുന്നത്. അതായത് ഹൈഡ്രജൻ ഉൽപാദനത്തിന് വേണ്ടി, ഗ്രീൻ ഹൈഡ്രജൻ, ഹരിത ഹൈഡ്രജൻ ഉൽപാദനത്തിന് വേണ്ടി. അപ്പൊ ഇതിനകത്ത് ഞങ്ങൾ നേരത്തെ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു, കടൽ ജലം ഡീസാലിനേറ്റ് ചെയ്തിട്ട്, അതായത് കടൽ ജലത്തിലെ ഉപ്പിന്റെ അംശം എടുത്തു കളഞ്ഞിട്ട് ആ ജലം വിഘടിപ്പിച്ചിട്ടാണ് ഇലക്ട്രോളിസിസ് പ്രോസസ് വഴി, അതായത് വൈദ്യുത വിശ്ലേഷണം വഴി വൈദ്യുതി കടത്തി വിട്ടിട്ട് ഈ ജലത്തെ വിഘടിപ്പിച്ചിട്ട് H2 ആണല്ലോ ജലത്തിന്റെ ഈ മോളിക്യൂൾ തന്മാത്രകൾ, അങ്ങനെ വിഘടിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഹൈഡ്രജനെ റിലീസ് ചെയ്തിട്ട് ഹൈഡ്രജനെ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഭാവിയുടെ എനർജി എന്ന് പറയുന്നത്, ഊർജം എന്ന് പറയുന്നത്. സീറോ എമിഷൻ കാർബൺ ബഹിർഗമനം ഇല്ലാതെ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോഴും 70% വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കൽക്കരിയിൽ നിന്നുമാണ്, തെർമൽ പ്ലാന്റുകളിൽ നിന്നാണ്. അപ്പോൾ തെർമൽ പ്ലാന്റുകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ, കൽക്കരി കത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പം അല്ലെ ഡീസൽ കത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പം കാർബൺ ബഹിർഗമനം ലെവൽ വളരെ കൂടുതലാണ്. 70 to 80 to 90% ആണ് വരുന്നത്. പക്ഷേ ഗ്രീൻ ഹൈഡ്രജനോ മെത്തനോളോ നമ്മൾ ഇന്ധനമായിട്ട് കപ്പലിലും വിമാനത്തിലും ബസ്സിലും ലോറിയിലും വാഹനങ്ങളിലും ഫാക്ടറികളിലും ഒക്കെ ബോയിലേഴ്സിൽ വരെ ഇത് ഇന്ധനമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ചെലവ് വളരെ കുറവാണ്. കാർബൺ എമിഷൻ 0 ആണില്ല. ഒരു യൂണിറ്റിന് 2.5 രൂപയ്ക്ക് താഴെ ഹൈഡ്രജൻ ഇന്ധനം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതി വിശ്ലേഷണത്തിന് കിട്ടുന്ന കറണ്ട് തന്നെ, പവർ തന്നെ സോളാർ ബേസ്ഡോ വിൻഡ് ടർബൈൻ ബേസ്ഡോ ഒക്കെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, കാറ്റാടി യന്ത്രം അതുവഴി കിട്ടുന്ന വൈദ്യുതി യൂണിറ്റിന് 2 രൂപ 2.5 രൂപയ്ക്കകത്ത് നിരക്കിൽ അത് ലഭ്യമാക്കാൻ പറ്റും. അതും അദാനി ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ്. പിന്നെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയും ഏറ്റവും ചീപ്പാണ്. പക്ഷെ പുതിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ നമുക്ക് വനത്തിലൊന്നും ഇനി ഉണ്ടാക്കാൻ പറ്റുന്ന കാലമൊക്കെ പോയി. ആതിരപ്പള്ളി തന്നെ ഇപ്പോൾ തൃശങ്കുലായി കഴിഞ്ഞു. പുതിയ പദ്ധതികളൊന്നും അങ്ങനെ വനം നശിപ്പിച്ച് ഇനി കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമുക്ക് സോളാർ വിൻഡ്, പിന്നെ അതുപയോഗിച്ചുകൊണ്ടുള്ള വൈദ്യുതി വിശ്ലേഷണത്തിലൂടെ ഹൈഡ്രജൻ ഇന്ധനം നമ്മൾ നിർമ്മിക്കുക, അത് ലിക്വിഡ് ഫോമിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അതിനെ ഗ്രീൻ അമോണിയാക്കി മാറ്റിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. വിഴിഞ്ഞത്തുനിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കപ്പൽ മാർഗം ഇത് കടത്തി കയറ്റുമതി ചെയ്യാനാണ് അദാനി ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന നികുതി വരുമാനം കേരളത്തിന് തന്നെ എത്രയോ വലിയൊരു തുക വരുമല്ലോ. ഒരു കണ്ടെയ്നർ ഹൈഡ്രജൻ, ഒരു കണ്ടെയ്നർ പോകുമ്പോൾ തന്നെ വിഴിഞ്ഞത്തിന് ഏതാണ്ട് ഒരു 50,000 രൂപയുടെ വരുമാനം കിട്ടും. ഇത്രയും കണ്ടെയ്നർ തുറമുഖത്ത് വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്യുമ്പം നികുതി വരുമാനം തന്നെ കേരള സർക്കാരിന് കിട്ടുന്ന എത്രയോ വലിയ തുകയാണ്. അദാനി കിട്ടുന്ന വൻ ലാഭം, അതുപോലെ കേന്ദ്ര സർക്കാരിനുള്ള വിഹിതം. ഇതാണ് വിഴിഞ്ഞം ഒരു ഗ്രോത്ത് എഞ്ചിനാണെന്ന് ഞങ്ങൾ പറയുന്ന കാര്യം എവിടെയാണ്. അപ്പൊ ഈ പ്രോജക്റ്റ് കൂടെ വന്നു കഴിയുമ്പം, അതായത് ഫസ്റ്റ് ഫേസിൽ 100 കിലോ ടൺ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മൊത്തം 26,400 കോടി രൂപയുടെ നിക്ഷേപം. അതിൽ ഫസ്റ്റ് ഫേസിൽ 100 കിലോ ടൺ പെർ ആനം, ഒരു വർഷം 100 കിലോ ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുക. നമ്മുടെ ബസ്സുകളൊക്കെ, നിരത്തിൽ ബസ്സുകളൊക്കെ ഇനി ഹൈഡ്രജൻ ഇന്ധനത്തിലൂടെ ഓടുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. നമ്മുടെ കാറുകളും നമ്മുടെ ബസ്സുകളും നമ്മുടെ ട്രെയിനും ഒക്കെ എല്ലാം, അതായത് ആ ഒരു ലെവലിലേക്ക് നമ്മുടെ നാട് കടക്കുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ സൂചനയാണ് ഈ പറയുന്നത്. ഫേസ് 2 2 വർഷം കൊണ്ട് 2 and 3 ഇത് 500 കിലോ ടൺ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുക. ഹൈഡ്രജൻ, ഗ്രീൻ ഹൈഡ്രജൻ 500 കിലോ ടൺ. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടത് 1000-ലധികം കിലോ ടൺ ഒരു വർഷം നിർമ്മിക്കുക, ഉൽപ്പാദിപ്പിക്കുക.
അത് കയറ്റുമതി ചെയ്യുക, അത് ഇവിടുത്തെ ഊർജ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഇതൊക്കെ ഒരു വലിയ പ്രോജക്റ്റാണ്. പിന്നെ ഇത് ഒരു 2.5 വർഷം കൊണ്ട് ഈ പ്ലാന്റിന്റെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റിന്റെ പണി തീരും എന്നാണ് അദാനി ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം 50 ദശലക്ഷം ലിറ്റർ വെള്ളം വേണം വൈദ്യുത വിശ്ലേഷണത്തിന് വേണ്ടി. അതായത് വെള്ളം പിന്നെ വിഘടിപ്പിച്ച് ഹൈഡ്രജൻ ഗ്യാസ് പിന്നെ അതിൽ നിന്ന് റിലീസ് ചെയ്തെടുക്കുന്നതിന് ഒരു ദിവസം 50 ലക്ഷം ദശലക്ഷം 50 മില്യൺ ലിറ്റേഴ്സ് ജലം വേണം, വെള്ളം വേണം. അവിടെയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ഡീസാലിനേഷൻ പ്ലാന്റ്, ഹ്യൂജ് പ്ലാന്റ്, വൻ പ്ലാന്റ് സ്ഥാപിച്ചിട്ട് കടൽ ജലത്തിൽ നിന്ന് ഉപ്പുരസം എടുത്ത് കളഞ്ഞിട്ട് ആ വെള്ളം വിശ്ലേഷണം ചെയ്തിട്ട് ഇലക്ട്രോളിസിസ് പ്രോസസ് വഴി ചെയ്തിട്ട് അതിൽ നിന്ന് ഹൈഡ്രജൻ ആ വെള്ളത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു വലിയ ബൃഹത്തായ പ്രോജക്റ്റാണ് ഇതിനകത്ത് വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് വന്നാൽ തന്നെ നമ്മുടെ മുഖച്ഛായ തന്നെ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റിന്യൂ പവർ എന്ന് പറയുന്ന കമ്പനിയുമായിട്ടാണ് ഇപ്പൊ ടോട്ടൽ എനർജീസുമായിട്ടുള്ള ഇവരുടെ ഉടമ്പടി ഒരു അനിശ്ചിതാവസ്ഥയിലായി, ഫ്രീസ് ചെയ്തു, അത് മരവിപ്പിച്ചു. ഇപ്പൊ റിന്യൂ പവർ എന്ന് പറയുന്ന ലോകത്ത് തന്നെ ആഗോളതലത്തിൽ റിന്യൂവബിൾ എനർജിയും ഹൈഡ്രജൻ എനർജിയും, അതായത് അല്ലെങ്കിൽ ഗ്രീൻ ഹൈഡ്രജനും അതുപോലെ മെത്തനോൾ പിന്നെ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ ടെക്നോളജി ഗ്രൂപ്പാണ് റിന്യൂ പവർ എന്ന് പറയുന്നത്. അപ്പൊ റിന്യൂ പവർ ആണ് ഇത്രയും 26,400 കോടി രൂപ മുടക്കിയിട്ട് വിഴിഞ്ഞത്തി പ്ലാന്റ് 2.5 കൊല്ലം കൊണ്ട് സ്ഥാപിക്കാൻ പോകുന്നത്. അധികകാലം എടുക്കുന്നില്ല. ഇനി ഇതിനകത്ത് നേരിട്ട് 5,000 പേർക്കും ഇൻഡയറക്റ്റ് ആയിട്ട് 18,000 പേർക്കും തൊഴിൽ കിട്ടും. അതായത് ഈ ഒരു ഒറ്റ ഹൈഡ്രജൻ പ്ലാന്റ് വന്നാൽ തന്നെ നേരിട്ട് 5,000, ഇൻഡയറക്റ്റ് ആയിട്ട് പരോക്ഷമായിട്ട് 18,000 പേർക്ക്, 18×5 23,000 പേർക്ക് തൊഴിൽ കിട്ടുന്ന, പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ കിട്ടുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് ഈ വരാൻ പോകുന്നത്. ഇത് നടന്നാൽ അതാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിന്റെ മുഖച്ഛായ മാറും എന്നുള്ളത്. പിന്നെ ഇതില് വേറെ തടസ്സങ്ങളൊന്നും ഇതുവരെ കാണുന്നില്ല. കേരള സർക്കാരിന്റെ അനുമതി ഇതിന് വേണം, കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഇതിനകത്ത് പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ടോട്ടൽ എനർജീസിന്റെ പദ്ധതി ഇനി വേറെ വരുമോ ഇല്ലയോ അദാനിയുമായിട്ടുള്ള നമുക്ക് നിലവിൽ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ രണ്ടാമത്തെ ഈ ഒരു ഗ്രൂപ്പുമായിട്ട് അദാനി ഇങ്ങനെ ഒരു ധാരണയിൽ ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റ്, ഗ്രീൻ ഹൈഡ്രജൻ പ്രോജക്റ്റ് വിഴിഞ്ഞത്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് നമുക്ക് പ്രതീക്ഷയോടെ നോക്കാം. കാരണം ഈ ഗ്രീൻ ഹൈഡ്രജന് പോലെ തന്നെ മെത്തനോളിനും വിപണിയിൽ വില കുറവാണ്. അതായത് നമ്മൾ ഡീസലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതാണ് ഈ ഇന്ധനത്തിനുള്ള ഫ്യൂച്ചർ ഇന്ധനം, ഇതാണ് ലോകത്തിന്റെ എന്ന് പറയാനുള്ള കാരണം. അപ്പൊ നമുക്ക് മെത്തനോൾ എന്തിനാ ഉണ്ടാക്കുന്നത്? വേസ്റ്റ് ചെയ്യുന്നത്, അഗ്രി വേസ്റ്റ്, അതുപോലെ മുനിസിപ്പാലിറ്റിയിലെ വേസ്റ്റ്, നമ്മുടെ വീട്ടിലെ ബയോഗ്യാസ് പ്ലാന്റ് പോലെ തന്നെ അതിന്റെ വലിയ രൂപമാണ് മെത്തനോൾ പ്ലാന്റ്. ബയോ വേസ്റ്റിൽ നിന്നാണ്, അതുപോലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ നിന്നൊക്കെയാണ് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും ഈ പറയുന്ന വേസ്റ്റ് മാനേജ്മെന്റ് വഴി അതിൽ നിന്ന് കിട്ടുന്ന എനർജിയെ നമ്മൾ റിന്യൂവബിൾ എനർജി ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞാല് പരിസ്ഥിതി മലിനീകരണം ഇല്ലാണ്ടാവും, സീറോ വേസ്റ്റ് മാനേജ്മെന്റ് ആവും, വേസ്റ്റ് പുറന്തള്ളേണ്ടി വരുന്നില്ല, ഒക്കെ എനർജി ആയിട്ട് മാറുകയാണ്. അതായത് മാലിന്യം പിന്നെ ഊർജമാണ് എന്നുള്ള ഒരു സന്ദേശമുണ്ടല്ലോ. നമ്മുടെ വീട്ടിലെ ബയോഗ്യാസ് പോലെ തന്നെ മാലിന്യം ഊർജമായിട്ട് മാറുന്ന ഒരു വലിയ പ്രക്രിയയാണ് മെത്തനോളും അതുപോലെ എത്തനോളിനകത്തും വരുന്നത്. അപ്പോൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് മെത്തനോളാണ്. കപ്പൽ വരെ ഓടിക്കാൻ, മദർഷിപ്പുകൾ വരെ ഓടിക്കാൻ പിന്നെ മെത്തനോൾ പറ്റും, ഹരിത ഹൈഡ്രജൻ പറ്റും. ഈ രണ്ട് ഇന്ധനങ്ങൾ ആണ് ഭാവിയുടെ ലോകത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത്. ഇതിന്റെ ലോകത്തിലെ തന്നെ ഒരു വലിയ ഹബ്ബായിട്ട് വിഴിഞ്ഞം വിസിൽ ഇന്റർനാഷണൽ സീപോർട്ട് മാറുകയാണ് എന്ന വസ്തുത മലയാളിയെ സന്തോഷിപ്പിക്കേണ്ടതാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദാനി ഇതിൽ നിന്ന് ഇഷ്ടംപോലെ ലാഭം കൊണ്ടുപോകും. അത് അന്നേ ഉണ്ടാക്കിയ കരാറിന്റെ പ്രശ്നങ്ങളാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ഞങ്ങളത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി അദാനി ലാഭം എടുത്താലും കേരളത്തിന് വരുമാനം, കേന്ദ്രത്തിന് വരുമാനം, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ഹബ്ബായിട്ട് വിഴിഞ്ഞം മാറുന്നത് നമ്മൾ നേരിൽ കാണുകയാണ്.
അപ്പോൾ നമുക്ക് ഇത് നന്നായി വരട്ടെ, ഇതൊക്കെ നടക്കും എന്നൊരു പ്രതീക്ഷ ഇപ്പോൾ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. ഇനിയും വിഴിഞ്ഞത്തിനെതിരെ സമരവും കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് സമരസമിതികളും പിന്നെ അതിനെ പിന്തുണച്ചവരൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്.